ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 AFS കുട്ടികൾക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പാർട്ട് 1 നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടും കുട്ടികൾക്കും ചെയ്തിരുന്നു. പക്ഷേ AFS കുട്ടികൾക്ക് വേണ്ട വീഡിയോസ് നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AFSൻ്റെ പ്രൊപ്പോർഷൻ വളരെ കുറവാണ്, ഒന്നാമത്തെ റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ വേറെ ഒന്നുമല്ല, നമുക്ക് പാർട്ട് 1 നന്നായി പ്രോബ്ലംസും തിയറിയും പഠിച്ചു കഴിഞ്ഞാൽ AFSന് നിങ്ങൾ മെയിനായിട്ട് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസുകളാണ്. നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. നാളത്തെ എക്സാമിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു AFSൽ ഒരു 25 മാർക്ക് ഉറപ്പിക്കാവുന്ന, 40-ൽ നമുക്കൊരു 25 മാർക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും 2-3 പ്രോബ്ലം ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ പറയണേ. ഒന്നും പഠിക്കാത്ത കുട്ടികൾ, അതായത് പാർട്ട് 1 പഠിച്ചിട്ട് AFS ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വേഗം ഇത് നോക്കുക. അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഓൺലൈൻ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ ലാസ്റ്റിലാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുക. പിന്നെ അത് +1-നും +2-നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് +1 സ്റ്റുഡൻസ് ഒരു ബാച്ച്, +2കാർക്ക് വേറെ ബാച്ച്, അങ്ങനെ ക്രാഷ് കോഴ്സാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് എക്സാമിനുള്ളത് തന്നിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിനി വരും വീഡിയോയിലെല്ലാം പറയും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 5 പാഠങ്ങളാണ് നമുക്ക് എക്സാമിനുള്ളത്. റേഷ്യോ അനാലിസിസ്, കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ചാപ്റ്റർ, അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ ഒരു ചാപ്റ്റർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി ആൻഡ് ഷെയർസിൻ്റെ ഒരു ചാപ്റ്റർ. ഇതിൽ ഏറ്റവും മെയിൻ പാഠം ഫസ്റ്റത്തെ പാഠമാണ് ഏറ്റവും മെയിൻ. 8 മാർക്കിൻ്റെ ചോദ്യം, അതാണ് പഠിക്കാൻ സുഖം. കുറച്ച് ജേർണൽ എൻട്രി പഠിച്ചാൽ മതി. 5 പാഠങ്ങളും ജേർണൽസ് തന്നെയാണ്. കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ വളരെ കുറവാണ്. പാർട്ട് 1-നേക്കാൾ വളരെ സിമ്പിളാണ് AFS. അതിലെ 6ാമത്തെ പാഠം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഫൈനൽ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ 2ാമത്തെ പാഠത്തിലത്തെയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഷുവറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ആദ്യമായിട്ട് 2nd ചാപ്റ്റർ, അതായത് ഡിബഞ്ചറിൻ്റെ പാഠം 2nd ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ജേർണൽ എൻട്രി റിഗാർഡിംഗ് ഇഷ്യൂ ആൻഡ് ഡിബഞ്ചർ ഓഫ് റിഡീം, അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് റിഡീം. അതായത് ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് 5 സിറ്റുവേഷൻ തരും. ഈ 5 സിറ്റുവേഷനിലും എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുക അത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചോ. ടെക്സ്റ്റ് വൈസിലുള്ള ജേർണൽ എൻട്രീസ് കാണാപ്പാഠം പഠിക്കുക. ഓരോ സിറ്റുവേഷനിലും പാർ വാല്യൂ എന്താണ്, പ്രീമിയം എന്താണ്, ഡിസ്കൗണ്ട് എന്താണ്. അതായത് 100 രൂപയുടെ ഡിബഞ്ചർ 110 രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രീമിയം, 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് 10 രൂപ, പ്രീമിയം 10 രൂപ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലായി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ജേർണൽ എൻട്രി അവിടെ എഴുതിയിരിക്കാം. പിന്നീട് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, 3 മാർക്ക്. ഇത് 5 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ, 3 മാർക്കിന് വരാറുള്ള ചോദ്യമാണ്. അതേപോലെ ഷെയറും ഡിബഞ്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിന് വരാം. ഓണപരീക്ഷയ്ക്കാണ് ഇത് ചോദിച്ചിരുന്നത് കൂടുതലും കേട്ടോ. പിന്നെ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഒരുപാട് റേഷ്യോസ് ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മാത്രം തന്നെ 12 ഉണ്ട്. പിന്നെ ലിക്വിഡിറ്റി റേഷ്യോസ് ഒരു 6 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി സോളവൻസി റേഷ്യോസ് ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാ റേഷ്യോസും തല കുത്തി പഠിക്കാതെ കറൻറ്റ് റേഷ്യോ പഠിക്കുക, ലിക്വിഡ് റേഷ്യോ പഠിക്കുക, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെ അതിൻ്റെ പേരുണ്ട്, അത് പഠിക്കുക. പ്രൊപ്രേറ്ററി റേഷ്യോ പഠിക്കുക, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ പഠിക്കുക, ഇൻവെൻട്രി വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ പഠിക്കുക, GP റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പഠിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് 6 എണ്ണം മതിയാവും. കാരണം ഇതാണ് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, അപ്ലൈ ചെയ്യുക, എമൗണ്ടൊക്കെ തന്നിട്ടുണ്ടാവും, അതേപോലെ അപ്ലൈ ചെയ്യുക. ഏതൊക്കെയാണ്? കറൻറ്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, GP റേഷ്യോ. ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അതിൽ GP കണ്ടുപിടിക്കാൻ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷനും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ്, 3 അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ് പഠിക്കണം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ച് തിയറി ചോദിക്കും. യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് എനി ഫോർ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിരിക്കാം. തിയറിയാണ് കേട്ടോ. പിന്നീട് 2ാം പാഠത്തിൽ നിന്ന് 2nd ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനിയിൽ നിന്ന്
തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി. ആ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അണ്ടർ ഷെഡ്യൂൾ 6 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് മെയിൻ. അതിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്സ് ഓഫ് ഐറ്റംസ്. അതായത് നമുക്ക് കറണ്ട് അസെറ്റ് അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ വരിക, ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്. ഇക്വിറ്റിയിൽ തന്നെ ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, നോൺ കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഓരോ ഹെഡിലും എന്തൊക്കെ സബ് ഹെഡിങ്സ് വരുന്നു അത് വേണം നിങ്ങളിവിടെ പഠിക്കാൻ. ഇത് നമുക്ക് 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ് കേട്ടോ. അത് സെപ്പറേറ്റ് ചോദിക്കും. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം, തിയറി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 items ദാറ്റ് വിൽ അപ്പിയർ ഓൺ അണ്ടർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻ എ കമ്പനീസ് ബാലൻസ് ഷീറ്റ്. കണ്ടോ, ഇതേപോലെയാണ് ചോദ്യം വരിക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലത്തെ ഈ ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫൈനൽ എക്സാം ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയൊക്കെ അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് റിസർവ് ആൻഡ് സർപ്ലസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ സബ് ഹെഡിങ്സുകളുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, ജനറൽ റിസർവുകൾ, അതുപോലെ തന്നെ P&L, അങ്ങനെ ഒരുപാട് അണ്ടർ ഉണ്ട്. അപ്പോൾ ഓരോ അണ്ടറിൻ്റെയും സബ് ഹെഡിങ്സ് പഠിക്കാം. ദെൻ അതിലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് 3 external സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മൾ ഫിനാൻഷ്യൽ അനലൈസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, ഓഡിറ്റേഴ്സ് എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ, ആ 3 ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം. കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രോബ്ലം ആണ് 5 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2 വർഷത്തെ തരും. ഒന്നാമത്തെ വർഷത്തെ ബേസ് ഇയർ താതേത, പിന്നെ നമ്മുടെ ബേസ് ഇയറും കറണ്ട് ഇയറും. മുന്നത്തെ വർഷത്തെയാണ് ബേസ് ഇയർ, കറണ്ട് ഇയർ ഇപ്പോഴത്തെ. അത് എഴുതി കഴിഞ്ഞാൽ അവരുടെ 2 ചേഞ്ചുകൾ ഏതൊരു കള്ളിയിൽ, പിന്നെ പെർസെൻറ്റേജ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. 4 എമൗണ്ടുകളും വരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായി. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എഴുതാൻ പറയും 2 മാർക്കിന്. ഇപ്പോൾ കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണേ? 2 ഇൻ്റർഫേം കമ്പാരിസൺ, ഇൻട്രാഫേം കമ്പാരിസൺ, ഇയർ ടു ഇയർ കമ്പാരിസൺ, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു വർഷത്തിൽ നിന്ന് വേറൊരു വർഷത്തെ കമ്പയർ ചെയ്യാനും ഒരു ഫേമിൽ നിന്ന് വേറൊരു ഫേമിലേക്ക് കമ്പയർ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. 2 തരം കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 4-5 സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, ടൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സിസ്റ്റം അനാലിസിസ്. അതായത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ടൂൾസുകൾ. അതെന്ന് വെച്ചാൽ ഒന്ന് കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദെൻ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ദെൻ റേഷ്യോ അനാലിസിസ് ആണ്, ട്രെൻഡ് അനാലിസിസ് ഉണ്ട്, അതേപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ട്. ഇതെല്ലാം ആണ് ടൂൾസ്. അപ്പോൾ ടൂൾസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിയല്ലോ. കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ദെൻ ട്രെൻഡ് അനാലിസിസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 5 ടൂൾസുകളുണ്ട് നമുക്ക്. ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് 8 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ടത് ഷെയർസിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള ജേർണൽ എൻട്രി ആണ്. ഫോർഫീറ്റ് ചെയ്യുമ്പോഴും റീഇഷ്യൂ ചെയ്യുമ്പോഴും കോൾസിനറിൻ്റെ ഒക്കെ ജേർണൽ എൻട്രി പഠിക്കണം. അതായത് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഓർഡറിൽ പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ, റിസീവ് ചെയ്ത ഒരു ജേർണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. പിന്നെ നമ്മളത് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി, ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. പിന്നെ അലോട്ട്മെൻറ്റ് മണി നമ്മൾ ഡ്യൂ ചെയ്യുന്ന എൻട്രി, അലോട്ട്മെൻറ്റ് മണി നമ്മൾ റിസീവ് ചെയ്യുന്ന എൻട്രി, ദെൻ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ചെയ്യുന്ന എൻട്രി, ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രി. ഇതിൻ്റെ ഇടയിൽ കോൾ സിഗ്നേച്ചർ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം എമൗണ്ട് എഴുതാം. അതിനുശേഷം നമ്മൾ കോൾ സിഗ്നേച്ചർ ചെയ്ത ശേഷം അത് ഫോർഫീറ്റ് ചെയ്തു എന്ന് പറയും, അപ്പോൾ അതിനൊരു എൻട്രി, റീഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞാൽ അതിനൊരു എൻട്രി, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു എൻട്രി. അങ്ങനെ 8-9 എൻട്രികൾ ഉണ്ടാവും. 1 2 3 4 5 6 9 എൻട്രികൾ ഉണ്ടാവും. എന്നാലാണ് നമുക്ക് ഈ 8 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എമൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 എണ്ണത്തിൻ്റെ എമൗണ്ട് ശ്രദ്ധിക്കാം. ബാക്കിയൊക്കെ ബേസിക് ആയുള്ള ജേർണൽ എൻട്രി ആണ്. അപ്പോൾ അറിയണ ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 8-ൽ ഒരു 6 മാർക്കൊക്കെ ആയി. പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ എമൗണ്ട് എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അണ്ടർ റൈറ്റിംഗ് ചെയ്യാൻ, പ്രിലിമിനറി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റിൽ കാണാം. അതിൻ്റെ ഒരു 3 എണ്ണം പഠിച്ചു വയ്ക്കാം. പർച്ചേസ് കൺസിഡറേഷൻ്റെ ഒരു പ്രോബ്ലം 3 മാർക്കിന് നോക്കാം. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 50,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങി, പക്ഷേ ആ അസറ്റിന് ക്യാഷിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷിന് പകരം നമ്മൾ ഒന്നുകിൽ
ഷെയർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡിബഞ്ചർ കൊടുക്കാം. ഇതായിരിക്കും നമ്മുടെ ജേർണൽ എൻട്രി. 3 ജേർണൽ എൻട്രിയാണ് വരിക. അസറ്റ് വാങ്ങി 2 ജേർണൽ എൻട്രി. അസറ്റ് വാങ്ങി എന്നുള്ളൊരു എൻട്രി, അസറ്റിന് പകരം ഷെയർ കൊടുത്തു. അസറ്റ് വാങ്ങി അസറ്റ് അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ്. ഷെയർ കൊടുത്തെന്ന് പറയുമ്പോൾ ക്യാഷ് അല്ല, വെൻഡർ അക്കൗണ്ട്, കടത്തിന് വാങ്ങി. വെൻഡർ അക്കൗണ്ട് അറ്ററ്റ് ടു ഷെയർ, വെൻഡർ അക്കൗണ്ട് അറ്ററ്റ് ടു ഡിബഞ്ചർ. അതിലേതെങ്കിലും ഒരു ഷെയറോ ഡിബഞ്ചറോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് നാളെ സ്കോർ ചെയ്യാം. അപ്പോൾ പഠിക്കാത്ത കുട്ടികൾ, തിയറി പഠിക്കാത്ത കുട്ടികളൊക്കെ വേഗം പോയി തിയറി ഒക്കെ പഠിക്കാം. AFSൽ കുറച്ച് തിയറികൾ അധികം ഉണ്ട്, അതുകൊണ്ട് മാക്സിമം നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്